ലോക മഹായുദ്ധത്തെ തടയുന്നത് അമേരിക്കയാണെന്ന പുതിയ വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്ത് സമാധാനം പുലർത്തുന്നതിലെ അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് വീരവാദം മുഴക്കുകയാണ് ട്രംപ്. എന്ത് യോഗ്യതയാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ പറയാനുള്ളത്? ട്രംപിന്റെ ഈ വാദത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. മൂന്നാം ലോക മഹായുദ്ധം വിദൂരമല്ലെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ നേതൃത്വം ഈ യുദ്ധം തടയുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഉക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോറിറ്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. യുദ്ധമില്ലാത്ത ലോകം വിഭാവനം ചെയ്യുന്ന നേതാവാണ് താനെന്ന് പറയാതെ പറയുക കൂടിയാണ് ട്രംപിന്റെ ഉദ്ദേശം. ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ലോകമെമ്പാടും അതിവേഗം നീക്കം നടത്തുകയാണെന്നും ട്രംപ് പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ മരണങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ മരണങ്ങളും നോക്കൂ. അത് അവസാനിക്കാൻ പോകുന്നു. മൂന്നാം ലോക മഹായുദ്ധം കൊണ്ട് ആർക്കും ഒരു ലാഭവുമില്ല. അത് അത്ര അകലെയല്ലെന്ന് ട്രംപ് പറയുന്നു. ബൈഡന്റെ ഭരണം ഒരു വർഷം കൂടി തുടർന്നിരുന്നുവെങ്കിൽ ഇതിനകം മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ടുണ്ടാകുമായിരുന്നു. ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും റഷ്യയും തമ്മിൽ ബുധനാഴ്ച നടന്ന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചതിനും പിന്തുണച്ചതിനും സൗദി അറേബ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു. ചർച്ചകളെ വലിയ ചുവടുവെപ്പ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ട്രംപിനോട് നമുക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാകാം. സാമ്രാജ്യത്വ സമീപനങ്ങളോടും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തോടും നമുക്ക് ചിലപ്പോൾ വിമർശനാത്മകമായ കാഴ്ചപ്പാടുണ്ടായേക്കാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് വന്നതോടെ യുദ്ധങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തിയെന്ന വസ്തുത തന്നെയാണ്. അതായത് ലോകത്തെ വിറപ്പിച്ച പശ്ചിമേഷ്യൻ സംഘർഷം വെടിനിർത്തൽ കരാറിൽ അവസാനിച്ചിരിക്കുകയാണ്. സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു വർഷമായി സംഘർഷം നിലനിന്നിരുന്ന മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഖത്തറിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് കാര്യങ്ങൾ നടന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 3 വർഷമായി നിലനിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും സമാധാനത്തിലേക്ക് അടുക്കുകയാണ് എന്ന വാർത്തകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ആശങ്കയിലാക്കിയ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിർണായക ഇടപെടൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകളാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പുടിൻ സമ്മതം അറിയിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. പുടിനെ പോലെ തന്നെ സെലൻസ്കിയും സമാധാനം ആഗ്രഹിക്കുന്നതായി അറിയിച്ചുവെന്നും ട്രംപ് അറിയിച്ചതോടെ യുദ്ധം അവസാനിക്കുന്നു എന്ന ആശ്വാസം ആഗോള സമൂഹത്തിന് ലഭിക്കും. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ സൗദിയിൽ നടന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികളാണ് അവിടെ പങ്കെടുത്തത്. കഴിഞ്ഞ 3 വർഷമായി യുദ്ധത്തെ മുറുകെ പിടിച്ച അതേ അമേരിക്ക ഇപ്പോൾ നയം മാറ്റിയതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതാണ് ആ കാരണം. ബിസിനസ് രംഗത്തെ പ്രതിഭ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ എന്തൊക്കെ സംഭവിക്കും, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. ബിസിനസ് മേഖലയെ തളർത്തുന്ന പിന്തിരിപ്പൻ യുദ്ധങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ് ട്രംപിന്റെ നയം തന്നെ. അവിടെ ട്രംപിനൊപ്പം നിൽക്കുന്നതോ ഈ ലോകത്തെ പോലും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ശതകോടീശ്വരനായ ഇലോൺ മസ്കും. മതിയല്ലോ കാര്യങ്ങൾ, അല്ലേ? ഇരുവർക്കും വേണ്ടത് ബിസിനസിന്റെ വളർച്ച. അതിന് അമേരിക്കൻ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണല്ലേ എളുപ്പവഴി? പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തിയതിനു ശേഷമാണ് ട്രംപ് അധികാരത്തിലേറുന്നത് പോലും. സമാധാന ഉടമ്പടി എല്ലാവർക്കും വലിയ സന്തോഷമാണ് നൽകിയത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ യഥാർത്ഥ മുഖം കൂടി പുറത്തു വന്നു കഴിഞ്ഞു. ഗാസയെ ലക്ഷ്യം വെക്കുന്ന കുറുക്കന്റെ കണ്ണോടുകൂടിയാണ് ട്രംപ് ഈ വിഷയത്തെ സമീപിച്ചത് എന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. അതായത് ഗാസയെ സ്വന്തമാക്കി അവിടെ നിന്നും ഫലസ്തീൻ ജനതയെ തുരത്തിയോടിച്ച് ഹമാസിൽ നിന്നും പൂർണ്ണമായും ഗാസയുടെ അധികാരം ഏറ്റെടുത്ത് അവിടെ മികച്ച നിക്ഷേപങ്ങൾ നടത്തി ലോകരാജ്യങ്ങളെ ആകർഷിച്ച് ബിസിനസ് വളർത്തുക. വളരെ കോസ്റ്റൽ ഫ്രണ്ട്ലിയായ ഒരു അന്തരീക്ഷം ഒരുക്കി അവിടേക്ക് വീണ്ടും നിക്ഷേപങ്ങളെ ആകർഷിക്കുക. ഇതാണ് ട്രംപിന്റെ ബുദ്ധി. നോക്കണേ ആരാണ് ഭരിക്കുന്നത് എന്ന കാര്യം. ഇനി പറയാനുള്ളത് ഇവിടെ നിൽക്കുന്ന ഇസ്രയേലിനെ കുറിച്ചാണ്. അതായത് അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായ ഇസ്രയേൽ ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഈ തീരുമാനത്തോടെ വളരെ സന്തോഷമാണ് ഇസ്രയേലിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് എന്നും ഒരു തലവേദനയാണല്ലോ ഗാസ. അവിടെ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന മിസൈലുകളെ ജാഗ്രതയോടുകൂടി മാത്രമേ അവർ നോക്കിക്കണ്ടിട്ടുള്ളൂ. ഇത്തരം ഒരു അവസ്ഥയാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഇസ്രയേലിന് സമാധാനം അമേരിക്ക ഏറ്റെടുക്കുന്നതോടെ അവിടെ അമേരിക്കൻ സൈന്യമെത്തും. അത് സംഘർഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഈ സ്ഥിതിഗതി ഇസ്രയേലിനെ സംബന്ധിച്ച് ശുഭകരമാണല്ലോ, അല്ലേ? ഇനി നമ്മൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധവും അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തിലേക്ക് അടുക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് അന്ത്യം കുറിക്കപ്പെടുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ഉക്രൈൻ ചേരിക്കായിരിക്കുമെന്ന കാര്യവും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ വ്യാകുലതകൾ ഉക്രൈനെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. റഷ്യ പറയുന്ന രീതിക്ക് ഉക്രൈൻ വഴങ്ങേണ്ടി വരും എന്നതാണ് വാസ്തവം.
3 വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് അറുതി വരുത്താനായി അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഒടുവിൽ അംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഉക്രൈൻ. സെലൻസ്കി ഇതിലൂടെ തന്റെ നിലപാടുകളിൽ വലിയൊരു യൂട്ടേണാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാതു വിഭവങ്ങൾ കൈമാറണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ സെലൻസ്കി തന്റെ രാജ്യത്തെ വിൽക്കാൻ കഴിയില്ലെന്നും അതിനെ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞത് ഉക്രൈനും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക കരാറിൽ ഒപ്പുവെക്കുകയാണെന്നും ഇക്കാര്യം ഉക്രൈന് ഏറെ ഗുണകരമാകും എന്നുമാണ്. ഉക്രൈനുമായുള്ള കരാറിൽ ഉടനെ തന്നെ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം മനസ്സിലായി കാണുമല്ലോ. യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ മഹിമ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇനി കൗതുകമുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചാൽ എന്തായിരിക്കും നടക്കുക? ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, എന്നാലും നമുക്ക് നോക്കാം അതിനുള്ള സാധ്യതകൾ ലോകത്തുണ്ടോ എന്ന കാര്യം. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യത ചർച്ചാ വിഷയമായി തുടരുന്ന ഒന്നാണ്. ആഗോള സമ്പദ് വ്യവസ്ഥകളുടെ പരസ്പര ബന്ധിതമായ സ്വഭാവം, അന്താരാഷ്ട്ര സഖ്യങ്ങളുടെ സങ്കീർണത, സൈനിക സാങ്കേതിക വിദ്യയുടെ പുരോഗതി എന്നിവ കണക്കിലെടുക്കുമ്പോൾ ലോകം സഹകരണത്തിനും സംഘർഷത്തിനും ഇടയിൽ വരച്ച രേഖയിൽ സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാനാകും. എന്നിരുന്നാലും അപകട സാധ്യത നിലനിൽക്കുന്നില്ലെങ്കിലും ഒരു സമ്പൂർണ്ണ ആഗോള യുദ്ധം ആസന്നമായേക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ആഗോള അസ്ഥിരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളിലൊന്ന് ലോകശക്തികൾ തമ്മിലുള്ള തീവ്രമായ മത്സരം തന്നെയാണ്. ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും ഒരു വ്യാപാര യുദ്ധത്തിലും ദക്ഷിണ ചൈന കടലിലെ സൈനിക നിലപാടുകളിലും സാങ്കേതിക ആധിപത്യത്തിനെതിരായ മത്സരത്തിലും ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. അതുപോലെ ഉക്രൈനിലെ റഷ്യയുടെ നടപടികൾ നാറ്റോയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായി കടുത്ത സംഘർഷത്തിനും കാരണമായിട്ടുണ്ട്. ഈ ജിയോ പൊളിറ്റിക്കൽ വൈരാഗ്യങ്ങൾ പലപ്പോഴും പ്രോക്സി സംഘർഷങ്ങളും സൈനിക അഭ്യാസങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ആണവായുധങ്ങളുടെ പ്രതിരോധ ഫലവും ആധുനിക സഖ്യങ്ങളുടെ സങ്കീർണതയും പൂർണ്ണ തോതിലുള്ള യുദ്ധത്തെ തടയുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 20ാം നൂറ്റാണ്ടിലെ ലോകമഹായുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ലോകം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആധുനിക ആഗോളവൽകൃത സമ്പദ് വ്യവസ്ഥ പരസ്പരം ആശ്രിതമായിട്ടാണ് കഴിയുന്നത്. വ്യാപാരം, ഊർജ്ജ വിഭവങ്ങൾ, സാങ്കേതിക പുരോഗതി എന്നിവയ്ക്കായി രാഷ്ട്രങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ആഗോള സ്ഥിരതയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള സാമ്പത്തിക ഉപരോധങ്ങളും സൈബർ യുദ്ധവും ഇപ്പോൾ സംഘർഷത്തിന്റെ പ്രാഥമിക ഉപകരണങ്ങളുമാണ്. ഐക്യരാഷ്ട്രസഭ, നാറ്റോ, പ്രാദേശിക സഖ്യങ്ങൾ തുടങ്ങിയ സംഘടനകൾ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വർദ്ധിക്കാതെ നോക്കുന്നതിലും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. അവരുടെ കാര്യക്ഷമതയില്ലായ്മയെ പലപ്പോഴും വിമർശിക്കുമ്പോൾ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അവർ നയതന്ത്ര മാർഗങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ നോൺ പ്രൊലിഫറേഷൻ ഉടമ്പടി, അതായത് NPT പോലുള്ള ഉടമ്പടികളും വിവിധ ആയുധ നിയന്ത്രണ കരാറുകളും ആണവായുധങ്ങളുടെ വ്യാപനം തടയാൻ സഹായിക്കുന്നുണ്ട്. ഇനി പറയാനുള്ളത് ആണവായുധങ്ങളെ കുറിച്ചാണ്. ആഗോള സംഘർഷം തടയുന്ന പ്രാഥമിക ഘടകങ്ങളിലൊന്നായി ആണവായുധങ്ങൾ ഇന്ന് തുടർന്നു പോരുന്നുണ്ട്. ആണവായുധത്തിന്റെ വിനാശകരമായ അനന്തരഫലങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ വൻ ശക്തികൾ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നുവെന്ന് മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ സിദ്ധാന്തം ഉറപ്പാക്കുന്നുണ്ട്. ഈ ആണവ സ്തംഭനാവസ്ഥ ചരിത്രപരമായി 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിനു ശേഷം മറ്റൊരു ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ആഗോള സാഹചര്യം പിരിമുറുക്കങ്ങളാൽ നിറഞ്ഞതാണെങ്കിലും ഒരു 3ാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. പരസ്പരം പ്രതിരോധം, സാമ്പത്തിക പരസ്പരാശ്രിതത്വം, നയതന്ത്ര ചട്ടക്കൂടുകൾ എന്നിവയുടെ സവിശേഷതയെ ആധുനിക യുഗം ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങാതെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രാദേശിക യുദ്ധങ്ങളും പ്രോക്സി സംഘടനകളും പ്രത്യേകിച്ച് വൻ ശക്തികൾ ഉൾപ്പെടുന്നവയൊക്കെ ഒരു ആശങ്കയായി ഇന്നും തുടരുന്നുണ്ട്. ഭാവി പ്രധാനമായും അന്തർദേശീയ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ തർക്കങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സമാധാനം സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ തുടർച്ചയായ ശക്തി എന്നിവയെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.